നാട്ടിലൊക്കെ വീട്ടിൽ കൂടലെന്നൊക്കെ പറയും. എന്തായാലും ഹൗസ് വാമിങ്ങിന് നമുക്കിന്ന് പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിന്ന് റെഡി ആവുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. റെഡി ആവുന്ന വീഡിയോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മോളുടെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും എന്നൊക്കെ. ഓരോ ക്രീമിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും പേരൊക്കെ കാത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ആകെ ഉപയോഗിക്കുന്നത് കുറച്ച് സാധനങ്ങളാണ്. അത് പൊതുവേ സാധാരണ ഒരു വീട്ടിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെ പൊതുവേ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും കുളിച്ച് വന്നിട്ടുണ്ട്. തല കുളിച്ചില്ല, മേല് മാത്രമേ കുളിച്ചിട്ടുള്ളൂ. നമ്മൾ നല്ല ചെറിയ കടയിൽ നിന്ന് വാങ്ങിയ ലിപ് ബാം ആണ് കേട്ടോ. ലിപ് ബാമാണ് ഞാൻ ഉപയോഗിക്കണേ. ലിപ്സ്റ്റിക്കും ലിപ് ബാമൊന്നും ഞാൻ അധികം ഉപയോഗിക്കില്ല. വല്ലപ്പോഴും വല്ല കുടിയോലിനോ കല്യാണത്തിനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. പിന്നെ പൗഡർ ഞാൻ ഉപയോഗിക്കും. പൗഡർ അങ്ങനെ എപ്പോൾ എല്ലായിടയ്ക്കും പോകുമ്പോൾ ഒന്നും ഇടില്ല. ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇടുന്നേയുള്ളൂ. പൗഡർ എൻ്റെ മോൻ്റെ പൗഡറാണ്, ബേബി പൗഡർ. ഹിമാലയൻ്റെ ബേബി പൗഡറാണ് ഞാൻ ഇടല് കേട്ടാ. നിങ്ങൾ കോമഡി ആണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളായതുകൊണ്ടാണ് കേട്ടോ. എന്നാലും ഇതിങ്ങനെ തട്ടിയിടും. പിന്നെ പാരമ്പര്യങ്ങളായി കൈമാറിയ സൗന്ദര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. നമുക്ക് ലേശം ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെ. അപ്പോൾ ലിപ്സ്റ്റിക്ക് പോരെ കൈ കൊണ്ട് ലേശം ഇങ്ങനെ അരച്ചു കൊടുക്കും, അത്ര വേണം. എന്ന് ഞാനൊരു പൊട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു പൊട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ചീക്കാം. ചീക്കൽ പറഞ്ഞാൽ ടാസ്ക് പിടിച്ച പണിയാണ് എൻ്റെ മുടി ഒന്ന് ഒതുക്കലെന്ന് പറയുന്നത്. അപ്പം ഞാൻ മുടി ചീകിയിട്ട് വരാം. പിന്നെ പറഞ്ഞാൽ ചൂടൊക്കെ അല്ലേ, ചൂടിന് എനിക്കിങ്ങനെ മുടി ഒലത്തിയിട്ടിട്ട് പോകുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പം മുകളിൽ നമുക്ക് കെട്ടിയിട്ട് തന്നെ വെക്കാം കേട്ടോ. മുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഷാമ്പു തേച്ചതുകൊണ്ട് ഭയങ്കരമായിട്ട് മുടിയൊക്കെ പാറി നിൽക്കുന്നതുകൊണ്ട് ഒരു സെറം തേക്കുന്നുണ്ട്. കുറച്ചേ തേക്കുന്നില്ല, നല്ലോണം പ്രാരി കുളിക്കാത്ത കണക്ക് ഇങ്ങനെ പ്രാന്തത്തിൻ്റെ കണക്കൊന്നും പോകണ്ടെന്ന് കരുതിയിട്ട് തേക്കുന്നതാണ്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലിടാം. കമ്മലെടുക്കട്ടെ. ഇതാണ് കേട്ടോ ഞാനിടുന്ന കമ്മൽ. നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു, പക്ഷെ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ മാല ഞാൻ എൻ്റെ താലിമാലയാണ് കേട്ടോ ഇടുന്നത്. വേറെ ഒരു മാലയൊന്നും ഇടുന്നില്ല, താലിമാലയാണ് ഇടുന്നത്. നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് ഈ ഫംഗ്ഷൻ. കുറച്ച് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ, അടുത്ത് തന്നെയാണ് ഫംഗ്ഷൻ വരുന്നത്. നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കാണുന്നത്. ഞാൻ ഇങ്ങനെ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. മറ്റ് ക്രീമുകളും പ്രൊഡക്റ്റുകളും ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എന്തായാലും താങ്ക് യു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.